ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യൻ സോനയോട് മഞ്ചാടി ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കാണാൻ വേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ സോന ചോദിക്കുകയാണ്, മഞ്ചാടിക്ക് അമ്മയിൽ നിന്നും എന്തറിയാനാണ്, ജീവൻ രാജ് കായലിലെ ഒഴുക്കിൽ കാണാതായതല്ലേ എന്ന് പറയുമ്പോൾ സത്യം പറയണ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആസിഫ് മഞ്ചാടിയോട് പറഞ്ഞത് സുശീലാൻറ്റി പറഞ്ഞിട്ടാണ് അന്ന് തുരത്തിൽ നിന്നും രാത്രിയിൽ തന്നെ ജീവനെ ഇറക്കി കൊണ്ടുവന്നത് എന്നാണ്. അപ്പോൾ ശ്യാമ പറയണ അതിന് മഞ്ചാടി അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടൊന്നുമില്ല, ആസിഫ് പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ല, സുശീലാൻറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല എന്നാണ് മഞ്ചാടി പറഞ്ഞത്. അപ്പോൾ സോന ചോദിക്കുകയാണ്, എന്തിനാണ് ആസിഫ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറയുമ്പോൾ സത്യം പറയണ അതിന് അമ്മ വായ തുറക്കണം, അമ്മയ്ക്ക് ബോധം വരണം, എന്നാലാണ് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരൂ. എന്തൊക്കെയോ ദുരൂഹത ജീവൻ രാജനെ കാണാതായതിന്റെ പിറകിൽ ഞങ്ങൾക്കും ഇപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട് അല്ല ശ്യാം എന്ന് സത്യം ചോദിക്കട്ടെ. ശ്യാമ പറയാണ്, സത്യം മറനീക്കി പുറത്തു വരാൻ അധികം സമയമൊന്നും എടുക്കില്ല. മഞ്ചാടിയുടെ കൂടെ ജീവൻ രാജിന്റെ കാണാതായതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ജീവൻ രാജിന്റെ അച്ഛനും അമ്മയും മഞ്ചാടിയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഭാനുമ പറയണ, അല്ല ഇനിയിപ്പോ ജീവൻ രാജിന്റെ കാണാതായ സംഭവം സുശീലയുടെ അറ്റാക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവോ മക്കളെ? എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടി സുശീല ബോധക്കേട് അഭിനയിക്കുകയാണോ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം എന്നങ്ങ് പറഞ്ഞതോടുകൂടി സത്യനും ശ്യാമിനും സോനയ്ക്കും ഒക്കെ സംശയം വരികയാണ്. ഈ സമയം ദാസാറിന്റെ വീട്ടിൽ ചീരുവും വിനയനും ദയയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛനെ ഇന്ന് എന്തായാലും നമുക്ക് കണ്ട് നമ്മുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ അച്ഛൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റിയെടുക്കണം. അതുകൊണ്ട് അച്ഛനെ ഇന്ന് കണ്ട് സംസാരിച്ചേ പറ്റൂ എന്ന് വിനയം പറയുമ്പോൾ ദയക്കും ചീരുവിനൊക്കെ ഒരു ചെറിയ സംശയമുണ്ട് കേട്ടോ. അവരുടെ മുഖഭാഗത്ത് ഒരു ചെറിയ സംശയം വിനയൻ്റെ സംസാരത്തിൽ നിന്നും അവർക്ക് തോന്നാണ്. മഞ്ചാടിയുടെ കാര്യത്തിൽ മഞ്ചാടിയുടെ വിവാഹം നടക്കാതിരിക്കാൻ ദാസാറും വിനയനും കൂടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള സംശയം അവരിലും മനസ്സിൽ തോന്നാണ്. പിന്നീട് വിനയൻ ദാസാറിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് രഘുവിനെ കുറിച്ച് ചോദിച്ചറിയാൻ എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ രഘുവിനെ കൂട്ടിയിട്ടല്ല അണ്ണൻ മഞ്ചാടിയെ കുറിച്ചുള്ള വിവരം അന്വേഷിക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ അണ്ണനെ സഹായിക്കാൻ മഞ്ചാടിയെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിനയൻ അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്, അതാരാണെന്ന് ചോദിക്കുമ്പോൾ ദാസാർ പറയുന്നത് അത് മറ്റാരുമല്ല ഇന്ദ്രൻ എന്നങ്ങ് പറയുമ്പോൾ ഇന്ദ്രൻ എപ്പോഴാണ് അച്ഛനുമായിട്ട് വീണ്ടും അടുക്കാൻ തുടങ്ങിയത്? അപ്പോൾ ദാസാർ പറയുന്നത്, അണ്ണൻ അതിന് ആരോടും ഒരു വെറുപ്പുമില്ലല്ലോ. ഇപ്പോൾ അണ്ണൻ്റെ ഒരേ ഒരു ലക്ഷ്യം ആരെ കൂട്ടുപിടിച്ചാലും ശരി മഞ്ചാടിയെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോൾ വിനയം പറയുന്നത്, അല്ല അച്ഛൻ എന്തെങ്കിലും സംശയമുള്ളത് കൊണ്ടാണോ രഘുവേട്ടനെ പോലും അവഗണിച്ച് ഇന്ദ്രൻ്റെ കൂടെ പോയത്? അപ്പോൾ ദാസാർ പറയുന്നത്, അണ്ണൻ അതിന് നമ്മളോട് സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അണ്ണൻ നമ്മളോട് പറയാതിരുന്നത് ഇതുവരെയും മഞ്ചാടിയുടെ കാര്യത്തിൽ നമ്മൾ ആരും സഹകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനും അങ്ങനെ സഹകരിക്കില്ല എന്ന് കരുതിയതുകൊണ്ടാവും. പക്ഷേ മഞ്ചാടിക്കാണ് ഇനി നമ്മളിൽ സംശയം വരാൻ തുടങ്ങുന്നത്. അതെങ്ങാനും അണ്ണൻ്റെ മനസ്സിലും തോന്നിക്കഴിഞ്ഞാലാണ് നമ്മളെല്ലാവരും കുടുങ്ങാൻ പോകുന്നത്. അപ്പോൾ വിനയൻ ചോദിക്കുകയാണ്, ഗോകുലിനെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദാസാർ പറയണേ, ഈ സമയത്ത് ഗോകുലിനെ വിളിക്കുന്നത് ബുദ്ധിയല്ല, അവൻ ഇങ്ങോട്ടും വിളിക്കില്ല എന്ന് പറയുമ്പോൾ അല്ല ഇനിയിപ്പോൾ അന്വേഷണം വന്നാലോ എന്ന് വിനയൻ ചോദിക്കുമ്പോൾ അന്വേഷണം വന്നാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ആ സുശീല വാ തുറന്നാലാണ് ഇനി പ്രശ്നമുണ്ടാവും. അതിപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ പറയണേ, എന്നാൽ നമുക്ക് ചീരുവിനെയും ദയയെയും പറഞ്ഞയച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അമ്പിളിയും രഘുവും ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ പറഞ്ഞു വിടാം. അപ്പോൾ വിനയം പറയണേ, എന്തായാലും അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങളിൽ ഒരു ചെറിയ സംശയമുണ്ട് എന്ന് ചീരുവിനും ദയക്കും അറിയാം. അപ്പോൾ അവരിനി അത് പ്രശ്നം പരിഹരിച്ചു എന്നും പറഞ്ഞ് ചീരുവിനെയും ദയയും അമ്പിളിയുടെയും രഘുവിൻ്റെയും കൂടെ അനുപമയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം കേട്ടോ. ഈ സമയം ഇന്ദ്രനും മാഷും കൂടി ജീവരാജിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ആ സമയത്താണ് മഞ്ചാടിയെയും കൂട്ടി ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ മാഷിനെ കണ്ടതോടുകൂടി മഞ്ചാടി പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ അച്ഛനെ കാണുന്നത്. അങ്ങനെ അച്ഛനെ കണ്ടതോടുകൂടി ജീവൻ രാജിൻ്റെ അമ്മയുടെ പുറകിൽ മഞ്ചാടി അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് ഒരു പേടിയുള്ള ഭാവത്തിൽ. മാഷ് മോളെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴും മഞ്ചാടി ജീവൻ രാജിൻ്റെ അമ്മയുടെ പുറകിൽ വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ മഞ്ചാടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, മഞ്ചാടി നിനക്ക് അറിയാവുന്നതല്ലേ നിന്റെയും ജീവൻ്റെയും വിവാഹം നടത്തി തരാൻ അച്ഛന് സമ്മതമായിരുന്നു എന്നുള്ളത്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളിലെല്ലാം അച്ഛന് നല്ല വിഷമമുണ്ട്. അതുകൊണ്ടാണ് മഞ്ചാടി നിന്നെ കാണാൻ അച്ഛൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ മഞ്ചാടി പറയാണ്, അച്ഛൻ എന്നെ കുറച്ചുകൂടി നേരത്തെ മനസ്സിലാക്കായിരുന്നില്ലേ ഇന്ദ്രേട്ട എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പറയാണ്, അങ്ങനെ പറയല്ലേ മോളെ, നമ്മുടെ ജീവൻ രാജ് തിരിച്ചു വരും എനിക്കുറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ജീവൻ്റെ അച്ഛൻ പറയണം, അതെ മോളെ, ജീവൻ ഒരു കുഴപ്പവും കൂടാതെ ഒരു അപകടവും കൂടാതെ ജീവൻ തിരിച്ചു വരും. നിന്റെ അച്ഛൻ നിന്നെ തേടി വന്നില്ലേ, അതുപോലെ ജീവനും നിന്നെ തേടി വരും. ഓ ഇന്ദ്രൻ പറയണേ, നീ അച്ഛനെ വിഷമിപ്പിക്കാതെ നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറയുമ്പോൾ മഞ്ചാടി സങ്കടത്തോടു കൂടി മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് മാഷിനെ കണ്ടപ്പോൾ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാട്ടോ. അപ്പോൾ മാഷു ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ അച്ഛൻ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ മഞ്ചാടി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അച്ഛന് എൻ്റെ ജീവനെ തിരിച്ചു തരാൻ പറ്റുമോ അച്ഛാ? എൻ്റെ ജീവനെ നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണ് ജീവൻ്റെ അച്ഛനും അമ്മയ്ക്കും ജീവനെ നഷ്ടപ്പെട്ടത്. ജീവൻ്റെ അച്ഛനും അമ്മയ്ക്കും തിരിച്ചു കൊടുത്ത് ദൈവം അതിനു പകരം എൻ്റെ ജീവൻ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ മാഷങ്ങ് പൊട്ടിക്കരയാൻ കേട്ടോ. എന്നിട്ട് മാഷ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മഞ്ചാടിയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അനുപമയുടെ വീട്ടിൽ തിരിച്ചെത്തിയ ദയയും ചീരവും അനുപമയോട് പറയാണ്, ഇന്ദ്രേട്ടൻ വീണ്ടും ഈ വീട്ടിലേക്ക് നുഴഞ്ഞു
നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം അച്ഛനെ എല്ലാ കാര്യങ്ങളും അറിയിച്ചതും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞതും എല്ലാം ഇന്ദ്രേട്ടനാണ്. അപ്പോൾ ഇന്ദ്രേട്ടൻ കളിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അനുപമ ചോദിക്കുകയാണ്, എന്താണ് ദയ നീ ഉദ്ദേശിച്ചത്, എന്താണെങ്കിലും നീ വ്യക്തമായി പറ എന്ന് പറയുമ്പോൾ ചീരു പറയണ, അല്ല ഇന്ദ്രേട്ടൻ എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് വന്നത്? അപ്പോൾ അനുപമ പറയണ, മഞ്ചാടിയുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ച കാര്യം ഞാനാണ് ഇന്ദ്രേട്ടനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ സുശീലാൻ്റിയോട് നേരിട്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ അവരെന്തെങ്കിലും വായിൽ തോന്നിയാൽ അച്ഛനോട് പറയും. അത് കരുതിയിട്ടാണ് ഞാൻ തന്നെ ഇന്ദ്രേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞത്. നിങ്ങളുടെ അമ്മ ഒരു തടസ്സം നിൽക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ദയ എന്നുള്ള ഭാവത്തിൽ, ഓ അത് ശരി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കേട്ടോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ദയ ചോദിക്കാണ്, അല്ല രഘുവേട്ടന് വീട്ടിലുണ്ടായിരുന്നില്ല? സാധാരണ എല്ലാ കാര്യവും അച്ഛൻ രഘുവേട്ടനോടല്ലേ പറയാറുള്ളത്? അപ്പോൾ ചേച്ചിയോട് പറയണമെങ്കിൽ വീണ്ടും ആ ചേച്ചിയും ഇന്ദ്രേട്ടനും കൂടി ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. അനുപം പറയണ, എന്തിനാണ് ദയ നീ ആവശ്യമില്ലാത്തതൊക്കെ സംസാരിക്കുന്നത്? നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മഞ്ചാടിയുടെ കാര്യത്തെക്കുറിച്ചല്ലേ, പിന്നെ എന്തിനാ നീ വേറെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദയ പറയണ, അല്ല എന്തിനും ഏതിനും തയ്യാറായിട്ട് രഘുവേട്ടനും ശബരിയേട്ടനും വിനയനും ഒക്കെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഇന്ദ്രേട്ടനുമായി ഇപ്പോൾ അച്ഛൻ മഞ്ചാടിയെ തേടിപ്പോയത്? ഇപ്പോൾ ചീരി പറയണേ, നീ എന്തിനാ ഇപ്പോൾ ചേച്ചിയോട് അതൊക്കെ ചോദിക്കുന്നത്? അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടമല്ലേ. എന്തായാലും അച്ഛൻ ഇപ്പോൾ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ല. ബാക്കിയുള്ളവരെയൊക്കെ ഒരു സംശയമുള്ളത് കൊണ്ടല്ലേ ഇന്ദ്രേട്ടനുമായിട്ട് മഞ്ചാടിയെ തേടി പിടിക്കാൻ പോയത്. ദാസാറിനും ഞങ്ങൾക്കെല്ലാവർക്കും അതിലൊരു ചെറിയ വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. അച്ഛൻ അങ്ങനെ മനസ്സിലൊന്നും ഉദ്ദേശിച്ചിട്ടാവില്ല ഇന്ദ്രേട്ടനുമായി പോയത്. ഇന്ദ്രേട്ടനൊക്കെ ഇപ്പോൾ മഞ്ചാടിയുമായിട്ട് നല്ല അടുപ്പത്തിലല്ലേ കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടായിരിക്കും അച്ഛൻ അവരെ കൂട്ടിപ്പോയത്. പിന്നെ നിങ്ങളെന്തിനാ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ജീവൻ രാജ് തുരത്തിൽ നിന്ന് വരുന്ന സമയത്ത് അടിയൊഴുക്കിൽ പെട്ടത് കൊണ്ടല്ലേ അവനെ കാണാതായത്. അതിനെന്തിനാ നിങ്ങളിങ്ങനെ ടെൻഷൻ ആകുന്നത്? അതിൽ നിങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ അച്ഛനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ. മക്കളുടെ കാര്യത്തിന് വേണ്ടി അച്ഛൻ ആരുടെ കാലു വേണമെങ്കിലും പിടിക്കാൻ അച്ഛൻ ഒരുക്കമാണ്. അതൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദയ പെട്ടെന്ന് അങ്ങ് പതറി പോവുകയാണ്. അനുപമ ദേഷ്യത്തിൽ പറയണേ, ഇനി എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ ദയക്കും ദേഷ്യം പിടിച്ച് അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ചീരു പറയാണ്, അവളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതല്ലേ ചേച്ചിക്ക്. അച്ഛന് മഞ്ചാടിയുടെ കാര്യത്തിൽ ഞങ്ങൾ ആരോടും ഒരു സംശയം ഉണ്ടാവരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ അനു പറയണേ, നിങ്ങൾ തന്നെ അച്ഛനോട് സംസാരിച്ചാൽ മതിയല്ലോ, നമ്മുടെ അച്ഛനല്ലേ, നിങ്ങൾ പറഞ്ഞ അച്ഛന് തന്നെ കാര്യം മനസ്സിലാവുമല്ലോ എന്ന് പറഞ്ഞ് അനുപമ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ ചീരുവിനോട് ദയ പറയാണ്, നമുക്ക് അച്ഛൻ വന്ന ഉറപ്പായും സംസാരിക്കണം. നമ്മൾ മഞ്ചാടിയുടെ ജീവിതം തുലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നമ്മളെ കൂടെ ശബരിയേട്ടനും ദാസാറും വിനയനും കൂടി നിന്നത് അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാതെ അച്ഛൻ ഒരിക്കലും അവരെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുമ്പോൾ ചീരു പറയണേ, ഉറപ്പായും അച്ഛൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നീട് രഘുവും അമ്പിളിയും കൂടി സംസാരിക്കുകയാണ്. ഇപ്പോൾ ദയയും ചീരും ഇവിടേക്ക് വന്നത് അച്ഛനെ കണ്ട് സംസാരിക്കാനാണ്. എനിക്ക് ഉറപ്പുണ്ട് മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നടക്കാതിരിക്കാൻ അവരൊക്കെ ചേർന്ന് എന്തൊക്കെയോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങാനും അച്ഛൻ കയറി വരുന്ന സമയത്ത് അവരോട് ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ മഞ്ചാടിയുടെ വിവാഹം മുടക്കാൻ നമ്മൾ കൂടി ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നാണ് അച്ഛൻ കരുതുക. അതുകൊണ്ട് തൽക്കാലം രഘുവേട്ടൻ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് പോവണ്ട എന്നും പറഞ്ഞ് അമ്പിളി അവിടെ പിടിച്ചിരുത്തുകയാണ് രഘുവിനെ. അപ്പോൾ രഘു ചോദിക്കുകയാണ്, അപ്പോൾ ജീവൻ രാജിൻ്റെയും മഞ്ചാടിയുടെയും വിവാഹം നടക്കാതിരിക്കാൻ അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നാണോ നീ പറയുന്നത്? നിന്റെ സ്വന്തം കൂടപ്പുറപ്പുകളെ കുറിച്ചാണ് നീ പറയുന്നത്, അത് ഓർത്തോ എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ രഘുവേട്ടൻ എല്ലാ സത്യവും മനസ്സിലാക്കും. ജീവൻ രാജിനെ കാണാതായതിൻ്റെ പിറകിൽ ദാസങ്ങളിന് എന്തോ ഒരു പങ്കുണ്ട്, എനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ രഘു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഈ സമയം ദാസാറും വിനയനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ രഘു വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ വീട്ടുകാർക്കും എന്നെ ഇപ്പോൾ നല്ല സംശയമുണ്ട്, മഞ്ചാടിയുടെ വിവാഹം മുടങ്ങണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ അവർക്കിപ്പോൾ അറിയാമെന്നൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ വിനയനോട് ദാസാർ എല്ലാ കാര്യവും പറയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ സംശയം ഉണ്ടായാൽ അതൊരു പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരിലും ഒരു സംശയമുണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സുശീൽ എന്തെങ്കിലും പറഞ്ഞാലാണ് ഇനി ആകെ പ്രശ്നമാവാൻ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ സുശീലയ്ക്ക് ഇനി കൊടുത്ത വാക്കുകളൊക്കെ ഇനി ഗൂഗിൾ പാലിക്കില്ല എന്നാണ് പറയുന്നത്. ഗൂഗിൾ പറഞ്ഞല്ലോ, എന്തായാലും ജീവൻ രാജിൻ്റെയും മഞ്ചാടിയുടെയും വിവാഹം സുശീൽ ആൻറ്റി മുടക്കി തന്നാൽ ആ കട അത് എന്തായാലും ഇന്ദ്രനെ ഞാൻ തന്നെ കൊടുപ്പിക്കുമെന്ന് പറഞ്ഞത് ഇനി അത് കൊടുക്കില്ല, ആ വാക്ക് ഞാൻ പാലിക്കില്ല എന്നാണ് ഗൂഗിൾ പറയുന്നത്. കാരണം സുശീലയ്ക്ക് അറ്റാക്ക് വന്നിട്ടും മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും വിവാഹം നടത്തി കൊടുക്കാൻ എല്ലാവരും ഒരുങ്ങിയതല്ലേ. പക്ഷേ കായൽ ഒഴുക്കിൽപ്പെട്ടല്ലേ ജീവൻ രാജിനെ കാണാതായത്, അതുകൊണ്ടല്ലേ വിവാഹം നടക്കാതെ പോയത്. അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും വിവാഹം നടന്നേനെ. സുശീൽ ആൻറ്റിക്ക് അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് വിവാഹം നടക്കാതിരിക്കില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഗൂഗിൾ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ദാസാർ പറയാണ്. പക്ഷേ വിനയം പറയണ, അങ്ങനെ സംഭവിച്ചാൽ ആ സുശീൽ ആൻറ്റി പിന്നെ അടങ്ങിയിരിക്കില്ല, മഞ്ചാടിയെയും മാഷിനെയും കൂട്ടുപിടിച്ച് എല്ലാ സത്യവും എല്ലാവരെയും അറിയിക്കും, അതോടുകൂടി ഞാനും ദാസാറും ഒക്കെ പെട്ടുപോകും എന്ന്
പറയാം. അതേസമയം അനുപമയുടെ വീട്ടിലേക്ക് ഇന്ദ്രനും മാഷൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. അങ്ങനെ മാഷ് പറയാണ്, മഞ്ചാടി മോളെയും ജീവൻ രാജിനെയും പിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഓരോന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ മഞ്ചാടിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ ഞാൻ കൂടിയുണ്ട് എന്നാണ് മഞ്ചാടി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കലും ജീവനെയും മഞ്ചാടിയെയും അകറ്റാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ അവളെ ഉയർന്നു പഠിപ്പിച്ച് ഒരു സ്ഥാനത്തെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സ്വന്തം കാലിൽ നിർത്തണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ മഞ്ചാടിക്ക് ഇപ്പോൾ എന്നെ പോലും സംശയമാണ്.